തിരുവാതിരയ്ക്കുള്ള സ്പെഷ്യലായിട്ടാണ് കൂവ പായസം. അപ്പോൾ കൂവ പായസം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കൂവപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 60 ml കപ്പിന് 1 കപ്പ് കൂവപ്പൊടിയും അതിലേക്ക് ഒരു 6 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വെള്ളം വേണം. എന്നിട്ട് അതിനെ നന്നായി കട്ടിയൊന്നുമില്ലാതെ അരിച്ചെടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്യുക. അതായത് ഈ കൂവപ്പൊടി നന്നായി കുക്കാവണം. അതിന് ഒരുവിധം നല്ല കൺസിസ്റ്റൻസിയൊക്കെ വന്ന് നന്നായി കുക്കായി വരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുക്ക് ചെയ്യുമ്പോൾ നല്ല വെന്ത ഒരു ടേസ്റ്റ് വരണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് ശർക്കരയുടെ പാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാവ് ഉണ്ടാക്കി വെച്ചാൽ പാവ് കേടുവരികയുമില്ല, ശർക്കര കേടുവരികയുമില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നന്നായിട്ട് അതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒഴിച്ചു കൊടുത്ത് ഇതാ ഇങ്ങനത്തെ നല്ല കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അധികം നെയ്യേണ്ടി ഒന്നും ആവശ്യമില്ല. ആ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിക്കുകയും വേണ്ട. ഇത് കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. നന്നായി കുക്കായിട്ടുണ്ട്, വിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരുവിധം നല്ല തിക്കായി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കിത് എഗെയിൻ 1 ടീസ്പൂണും കൂടി ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റൊക്കെ വന്ന് കുക്കായി. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നിറയെ അങ്ങോട്ട് തേങ്ങയും കൂടി തിരുമ്മി ചെയ്തിട്ട് കൊടുക്കുക. അപ്പോഴാണ് കൂവ പായസത്തിൻ്റെ ടേസ്റ്റ്. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളി കൂവ പായസം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.